സംസാരിച്ചിരുന്നു ആ വിഷയമൊക്കെ. അതായത് എന്നാലും ഡെയിലി ഒരാൾ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ആൾട്ട് സീസൺ എന്ന് പറയുന്നത് നമ്മളറിയാം BTC ഡോമിനൻസ് അതിൽ ഇമ്പോർട്ടൻ്റ് ഘടകം. ഒരു വിട്ടെ BTC ഡോമിനൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. അത് ഈ പറയുന്ന പോലെ റിജക്ഷൻ സംഭവിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. അത് റിജക്ഷൻ നടന്നാൽ എന്ത് കഴിഞ്ഞാലും BTC ആൾട്ട് സീസൺ ഉണ്ടാവും നമുക്ക്. എഡ്വേർഡ് ടെംപ്ലേറ്റ്സ് അത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പം ആ ഒരു ലോങ് ടേം ആയിട്ട് SIP ചെയ്യാം. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ BTC ഒരു ബേസിക് സപ്പോർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഒരു ഉദാഹരണത്തിന് ഒരു 60K എന്ന് പറഞ്ഞു BTC ബിയറിലേക്ക് പോയാൽ എന്തായാലും ഒരു പിന്നീട് ലക്ഷ്യം വെക്കേണ്ടത് ഒരു 60-65K ആണ്. പക്ഷെ ഇപ്പം എന്ന് പറയുന്ന ഒരു ഫൈനൽ റാലിയാണ്. ഇപ്പോൾ ഉദ്ദേശം BTC വീണ്ടും 93 സപ്പോർട്ട് പിടിക്കുന്നു. ഈ പറയുന്ന ഈ 50 EMA സപ്പോർട്ട് പിടിക്കുകയാണെങ്കിൽ 125 എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഓൾ ടൈം ആയി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോയിന്റിൽ എഡ്വേർഡ് ടെംപ്ലേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി റിട്ടേൺസ് ഉണ്ടാവും. ഇപ്പം ഈ പറയുന്ന SIP തുടർന്നുകൊണ്ട് നിൽക്കുക. എന്നിട്ടൊരു ബേസിക് സപ്പോർട്ട് സ്ട്രക്ചർ ബ്രേക്കായി ബിയർ ടെൻഡൻസിയിലേക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോയിൽ എന്ത് ചെയ്യപ്പെടാം, റീആഡ് ചെയ്ത് ആവറേജ് ചെയ്താൽ മതി. അപ്പോൾ 2 ഓപ്ഷൻസും എഡ്വേർഡിന് കിട്ടും. 2 മന്തിൽ ആൾട്ട് സീസൺ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉണ്ടാവേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. ലിയോ സേവിയർ വീണ്ടും ബ്രോ ഈ റാലി BTC ന്യൂ ഓൾ ടൈം ഹൈ വരുമോ? BTC എന്ന് പറയുന്നത് കറൻ്റ് 125 റിജക്ഷൻ വന്നു. 50 വീക്ക് 20 വീക്ക് EMA പൊട്ടി 82 വരെ വന്നു. ഇപ്പം 93 എന്ന് പറയുന്ന ബേസിക് സപ്പോർട്ട് ഒറ്റയടിക്ക് ഏകദേശം 9,000 കയറി 93 സപ്പോർട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ഗുഡ് റിവേഴ്സലാണ്. ആ ഒരു ഡൗൺ ഒന്നും ഒറ്റയടിക്ക് 9,000 കയറുക എന്ന് പറയുന്നത് അത്യാവശ്യം ഗുഡായ കാര്യമാണ്. ഇനി 93 പിടിക്കണം, 50 വീക്ക് EMA പിടിക്കണം. ഇത് രണ്ടും ഇത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങളോട് എപ്പോഴും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ബിയർ മാർക്കറ്റ് ആയോന്ന് ചോദിച്ചാൽ ബിയർ മാർക്കറ്റ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്, പക്ഷെ കൺഫേം ആയിട്ടില്ല എന്ന് പറയുന്നത്. ഈ കൺഫർമേഷൻ ഇതുവരെ കിട്ടാത്തതുകൊണ്ടാണ് സ്റ്റിൽ BTC ബുൾ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നും കൂടിയും ഒരു 100K 102Kയിലൊക്കെ വന്ന് 50 വീക്ക് EMA റിജക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺഫർമേഷൻ കിട്ടും. അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമ്മൾ ഇപ്പം 2 ഇടയിലാണ് ഉള്ളത്. ബിയർ ടെൻഡൻസി നല്ല രീതിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു, ബുൾ ടെൻഡൻസി ആണെങ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻസൺ ഡേവീസ് തെക്കുംപുറം 400 രണ്ടെണ്ണം മേടിച്ചു. പക്ഷെ അടപടലം എന്ന് പറയാൻ മാത്രം, പക്ഷെ അതൊരു അത്യാവശ്യം ഹൈ പീരീഡ് ആയിരുന്നു പക്ഷെ എന്ന് പറയുന്നത് ഒരു 3K 2.5 അല്ലെങ്കിൽ 2,800 ഒരു സ്റ്റേബിൾ പിടിക്കുന്നുണ്ട്. അടപടലം എന്ന് പറയാനായിട്ടില്ല. ലാസ്റ്റ് ആൾട്ട് സീസണിൽ പമ്പായത് പിന്നീട് മേടിക്കരുതെന്നാണോ ഉദ്ദേശം എന്ന് പറയുന്നത്. റംഷിദിന്റെ എത്തിന്റെ ബൈയിങ് പോയിന്റ് എങ്ങനെയാണ്? എത്തൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഒരു ഓൾ ടൈം പുതിയ ന്യൂ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് എത്തിയിട്ടില്ല, എന്ന് ബിയർ മാർക്കറ്റ് ലെവലിലേക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഡോട്ടിന് പൊട്ടൻഷ്യൽ ഉണ്ട് ശരിക്കും. അപ്പോൾ പക്ഷെ അത് അതിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ നവംബറിൽ മാത്രം ഒരു $8. പക്ഷെ കഴിഞ്ഞ ബുൾ മാർക്കറ്റിലൊക്കെ 50 ഉണ്ടായ പൊട്ടൻഷ്യലുള്ള കോയിനായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ബുൾ മാർക്കറ്റിൽ തീരെ കാണിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ സീസണിൽ ന്യൂ കോയിൻസ് ആണ് പമ്പാവാന്ന് പറയുന്നുണ്ട് ലിയോ സേവിയർ. ഓൾഡ് കോയിൻ പമ്പാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പഴയ പൊട്ടൻഷ്യലുള്ള കോയിൻസും പമ്പാവും. വെറ്റും അതനുസരിച്ചുള്ളൊരു കോയിനാണ്. ആസ്റ്റർ കോയിൻ എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. CS ലാബ് ഒക്കെ ബാക്ക് എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. XRPക്കൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ശരിക്കും. 5 ഇയർ ഓൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള 3 ചിലപ്പോൾ ഒരു ബിയർ ടെൻഡൻസിയിലേക്ക് പോയാലും ആ ഒരു എത്രയോ നാൾ $1 റേഞ്ച് ഉള്ളതല്ലേ, പിന്നെ ഒരു $3 തന്നെ പിടിക്കുന്നുണ്ട്. നമുക്കൊന്നൊരു $2 $1.5 ഒക്കെ ആയിരിക്കണം ഇനിയില്ല അങ്ങോട്ട് മാക്സിമം കുറഞ്ഞാലുണ്ടാവുക. VR നമ്മുടെ 10Xലുള്ള കോയിൻ അതിൻ്റെ അപ്ഡേറ്റുകൾ ഗ്രൂപ്പിലിടാം. സൺഡോഗിനെ കുറിച്ച് അറിയില്ല. ഗാല അത്യാവശ്യം
ഓക്കെ ആയിട്ടുള്ളൊരു കോയിനാണ്. പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ നോക്കാനുണ്ട്. സൺഡോഗ് അറിയില്ലടാ. ICP നമുക്ക് നോക്കണം. പിന്നെ നമ്മുടെ NPC നമ്മൾ പറഞ്ഞൊരു മീം കോയിൻസുകളിൽ പെടുന്നതാണ്. അതും ഈ പറയുന്ന പോലെ മീം ലവേഴ്സിന് ഇങ്ങനെ കോയിൻസിൽ മീമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഓപ്ഷൻസ് ആയിട്ട് കാണുന്നതൊന്നാണ്. സൂയിയും മോശമില്ല. പക്ഷെ പുതിയ പറയുന്ന പോലെ ആൾട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ആൾട്ട് പലതും വളരെ ലോയാണ്. 2 ഓപ്ഷൻസ് ആണ്. ഒരു ആൾട്ട് സീസൺ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പല പോയിന്റ്സും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഗെയിൻ ഉണ്ടാവും. രണ്ടാമത്തെ BTC ഇനി അഥവാ ബിയറിലേക്ക് പോയാലും ചില കോയിൻസൊക്കെ ബിയർ മാർക്കറ്റിലും അപ്പാവാറുണ്ട്. WLD മോശമില്ല. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. WLD നമ്മൾ 10x-ലുള്ളതാണ്. ഞാനത് അതിൻ്റെ ഇതിടുന്ന സമയത്ത് പബ്ലിക്കിലേക്ക് ഇടാം. അപ്പം BTC ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 82 ഒരു 99K റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. BTC 93,500 ഫസ്റ്റ് ലക്ഷ്യം. അത് ഒരു ഫിനോമിനൽ ഏരിയ ആണ്. 93,500 കഴിഞ്ഞ നമുക്കറിയാം 100K മുമ്പ് നല്ല സപ്പോർട്ടായി നിന്നതും 110-71 വന്നപ്പോൾ വീണ്ടും 93,500 നിന്നതാണ്. അപ്പം അത്യാവശ്യം ഒരു സപ്പോർട്ടീവ് ഏരിയ ആണ്. അതാണ് ഫസ്റ്റത്തെ ലക്ഷ്യം. എന്നിട്ടാണ് 50 വീക്ക് EMA എന്ന് പറയുന്ന ലക്ഷ്യം. അപ്പോൾ 93 സപ്പോർട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ വേണം. വിഫ് കോയിൻ വലിയ ലോ ആയിട്ടുണ്ട്. $4 വരെ പോയ ഡോജ് തീം കോയിൻ അല്ലേ. ഇപ്പം അതിനെക്കുറിച്ചൊരു ധാരണ കുറവുണ്ട് റഷിയാസ്. ഫില്ല് നമ്മുടെ 10x ഇന്ന് തന്നെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് പബ്ലിക് ഗ്രൂപ്പിലിടാം. പിന്നെയുള്ളത് ചോദ്യങ്ങൾ ഏകദേശം ഇന്ന് കവറായി. മന്ത്ലി ക്ലോസ് 93.5 റേഞ്ചിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നല്ലതാണ്. റേറ്റ് കട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മന്ത് റേറ്റ് കട്ട്സ് ഉണ്ടെങ്കിൽ വളരെ ഗുഡാണ്. 3 മന്ത് കോൺസിക്യൂട്ടീവായി റേറ്റ് കട്ട്സ് ഉണ്ടാവുക. പിന്നെ ഈ December 1 തന്നെ അന്ന് നമ്മൾ QT എൻഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം അതൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ന്യൂസുകളാണ്. ആയിട്ടില്ല. സിഗും നമ്മൾ 10x-ലുള്ളതാണ്. അപ്ഡേറ്റ്സ് ഉണ്ടാവും. ബ്രോ ADA എത്ര വരെ പോകുമെന്ന് പറഞ്ഞാൽ ADAൻ്റെ ഞാൻ പറഞ്ഞില്ല, ഈ എല്ലാ കോയിൻസും December 9 റേറ്റ് കട്ട്സ് അത് അന്നൊരു വോൾട്ടൈൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അതിൻ്റെ ഓർഡർ റേഷ്യോ ഒക്കെ കൂടി വരുന്നുണ്ട്. കഴിഞ്ഞ മന്ത് റേറ്റ് കട്ടിന് ശേഷം December റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് പറയുന്നവരായിരുന്നു കൂടുതൽ. ഇപ്പോൾ കുറച്ചായിട്ട് റേറ്റ് കട്ട്സ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നാലും മിഡ് റേഞ്ചിലാണ്. റേറ്റ് കട്ട്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് റേറ്റ് കട്ട്സ് ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ഗുഡ് ന്യൂസ് ആയിട്ട് തോന്നുന്നത്. BTCൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് കറൻ്റ് 93.5 ആണ് മെയിനായിട്ട് പിടിക്കേണ്ടത്. BTC അത് 93.5 നല്ല റോളുണ്ട്. ഒരു അത്യാവശ്യം നല്ല സപ്പോർട്ട് ഏരിയ ആണ്. അതിനുശേഷം 50 വീക്ക് EMA എന്ന് പറയുന്ന നമ്മൾ ബിയർ ടെൻഡൻസിയിലേക്ക് അതുവരെ ബുള്ള് കീപ്പ് ചെയ്തിരുന്നത് ബിയർ മാർക്കറ്റ് ടെൻഡൻസി കാണിച്ചത് ആ 50 വീക്ക് EMA സപ്പോർട്ട് പോയതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം ഒന്നുകൂടി ഞാൻ പറയാണ്. 50 വീക്കും 20 വീക്കും തമ്മിലൊരു ക്രോസിങ് ഉണ്ടാകുന്ന സമയമുണ്ട്. ഇപ്പം രണ്ടും തമ്മിലൊരു ഇത്ര ഗ്യാപ്പിലുള്ളത്. 20 ആണെങ്കിൽ ഇത് 50. ഇത് രണ്ടും ക്രോസ് ചെയ്യുന്നിടത്ത് റെസിസ്റ്റൻസ് ആക്കുന്ന സമയത്ത് സാധാരണ എല്ലാ ബിയർ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് അവിടുന്ന് ഒരു 30 അല്ലെങ്കിൽ ഒരു 20% ഡൗൺ ആയിട്ടുണ്ട്. അതായത് ഇപ്പം എപ്പോഴാണ് ഇത് ക്രോസിങ് നടക്കുന്നത്, ആ ക്രോസിങ് നടക്കുന്ന പോയിന്റിൽ നിന്ന് BTC ഒരു 35% ഡൗൺ ആയി. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ഒരു 55K വരെ ഡൗൺ ആകുന്ന രീതിയിൽ ക്രോസിങ് ഇപ്പോഴും ഇങ്ങനെയുള്ളത്. ക്രോസിങ് നടക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 1 or 2 അഥവാ ഇപ്പോഴും ഈ പറയുന്ന BTC ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ഡൗൺ ആയി വന്ന് ക്രോസിങ് നടക്കും. അപ്പോൾ എന്തായാലും ബിയർ മാർക്കറ്റ് കൺഫേം ആവും. അപ്പോൾ കറൻ്റ്ലി ഇപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് 50 വീക്കിൻ്റെയും 20 വീക്കിൻ്റെയും. അപ്പം അത് കൺഫേം ചെയ്താൽ അത് ആ ചാർട്ട് നിങ്ങൾ EMA ചാർട്ടുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടും ക്രോസ് ഓവർ ചെയ്യുന്ന പോയിന്റിൽ എന്തായാലും BTC ബിയറിലേക്ക് പോകും. അത് ഇതുവരെ സംഭവിക്കുന്നത്ര എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.
സ്ട്രാറ്റജിക് റിസർവ് അപ്ഡേറ്റ്സുകൾ വരുന്ന കാണുന്നില്ല. പക്ഷെ US അത് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഏത് നിമിഷവും ഡോമിനൻസ് കുറയാം. അത് കാരണം ഡോമിനൻസ് റിജക്ഷൻ സംഭവിച്ചിട്ടേ ഉള്ളത്. ഇനി അവിടുന്ന് ഒരു വീഴേ വേണ്ടു. അത് ഏത് നിമിഷവും ആവാം. ഏതെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ആവാം, എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും. 10 ബില്യൺ കുറയില്ല. ശ്രീകുമാർ ഷാജി പറയുന്നുണ്ട്, ഷോർട്ട് ഇട്ടവർ ലിക്വിഡേറ്റ് ആവാനുള്ള ആ ലെവൽ ഓഫ് ആയിട്ടില്ല. അതൊരു 100K ബ്രേക്ക് ചെയ്യണം. 15 വീക്ക് EMAൻ്റെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസ് ടച്ച് ചെയ്യണം. അവിടുന്ന് റിജക്ഷൻ വരുമ്പോൾ കൺഫേം റെസിസ്റ്റൻസ് ആണെന്ന് ഉറപ്പിക്കുക. ചിലപ്പോൾ അതുവരെ കയറാം. അതന്നെ ഷോർട്ട് ഉള്ളവർ ലിക്വിഡ്. അതാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴൊക്കെ എപ്പോഴും പറയുന്ന ഒരു പോസിബിലിറ്റി ലിക്വിഡേഷൻ സ്റ്റാർട്ട് ഉണ്ടാവും. ബോത്ത് സൈഡ് ലിക്വിഡേഷൻ ഉണ്ടാവും. കാരണം ഏത് സൈഡിലും മാർക്കറ്റ് പോയാലും എക്സ്ചേഞ്ചുകാർ അല്ലെങ്കിൽ വെയിൽസുകാർ അതിനെ ലിക്വിഡേറ്റ് ആക്കും. BTC മാസം ബിയറിൽ 69 കഴിഞ്ഞ ഓൾ ടൈം ഹൈ. അപ്പം അത് ഒരു 60, 55, 60 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു മിനിമം ലെവലിൽ. അത് ബിയറിലേക്ക് പോകും. ബിയർ കൺഫേം ആണ്. ഈ ബിയർ മാർക്കറ്റ് വരൂല എന്നുള്ള ഒരു ധാരണ ആരിലും ഉണ്ടാവരുത്. എന്തായാലും ബിയർ മാർക്കറ്റ് ഉണ്ടാവും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. 2026 എന്തായാലും നമുക്ക് തോന്നുന്നു ഏറ്റവും ലോയിലേക്ക് എത്തുന്ന ഹിസ്റ്ററി പ്രകാരം 2026 ഒക്ടോബർ അല്ലെങ്കിൽ ജൂലൈക്ക് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും BTC ബിയറിലേക്ക് പോകും. അതുണ്ടാവില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാവരുത്. അത് എന്താ അതിൻ്റെ സ്റ്റോക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. സെക്ക് ഒരു സംഭവമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ബിയർ ഉണ്ടാവില്ല എന്നുള്ള ഒരു ടെൻഡൻസി ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ബുൾ വർഷങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ ബിയർ വർഷങ്ങളാണ്. അപ്പോൾ പക്ഷെ അതിലും പല അവസരങ്ങളും പല പോയിന്റ്സുകളും. അതിനുശേഷം ബിയർ ഇപ്പോൾ 2026 ബിയർ ആണെങ്കിൽ 2027 ആണെങ്കിൽ പ്രീ ഹാൾവിങ് വർഷമാണ്. ചില മൂവ്മെൻറ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്ന വർഷമാണ്. ആ ബിയർ വന്നാൽ വീണ്ടും സ്പോട്ട് വാങ്ങാൻ പറ്റും എന്നൊന്നുമില്ല. പക്ഷെ ബിയറിലേക്ക് നമുക്ക് കുറച്ചും കൂടി അധികം ചില കോയിൻസൊക്കെ റീഅക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അത്ര തന്നെ. അതിൻ്റെ ഇടയിൽ ചില ആൾട്ടുകളൊക്കെ മൂവ് ചെയ്യാൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചിലത് നല്ല രീതിയിൽ കുറേ. ഇപ്പോൾ സോളൊക്കെ കഴിഞ്ഞ ബിയറിൽ $7 കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സോൾ ഒരു 140 വന്നില്ലേ. അതാണ് ചിലയിടത്ത് ഒരു ലൈഫ് ടൈം നമുക്കൊരു ഭാഗ്യം കിട്ടും. ചില കോയിൻസ് ബിയറിലായിരുന്നു കൂടുതൽ. ഇപ്പോൾ ഈ ING ORD ഒക്കെ $97 ആയിരുന്നു ബിയർ മാർക്കറ്റിൽ. പിന്നീട് ബുള്ള് വരുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെയുണ്ട് കുറച്ച് കാര്യങ്ങൾ. BTC 4 years ഡെഡ് ആവും ഇഫ് BTC പമ്പ്ഡ് ആഫ്റ്റർ ജാനുവരി. അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഈ സൈക്കിൾ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ 4 year സൈക്കിൾ കുറച്ച് എക്സ്റ്റെൻഡഡ് ആയി, ചെറിയ രീതിയിൽ എക്സ്റ്റെൻഡഡ് ആയി എന്നേ പറയാൻ പറ്റും. 4 years ഡെഡ് ആവണമെങ്കിൽ 2026 ഫുള്ളും ഈ പമ്പിങ് ഒക്കെ രീതിയിൽ തന്നെ പോയി 27 ബിയർ ടെൻഡൻസി കാണിക്കണം. ഡോജും ഒരു ക്രിട്ടിക്കൽ ഏരിയയിലുള്ളത്. അതിൻ്റെ ബേസിക് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് ഡോജ് ഇതാക്കേണ്ടി വരും. പക്ഷെ ഡോജൊക്കെ സാധാരണഗതിയിൽ ആൾട്ടിൽ റാലിയൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റൊക്കെ മൂവ് ചെയ്യുന്ന ഒരു കോയിനാണ്. 0.45 വരെയൊക്കെ കയറിയിട്ടുണ്ട്. LQTI എന്താണെന്നൊരു ഐഡിയ ഇല്ല. ഓക്കെ, സോളിന് നെക്സ്റ്റ് ബിയറിൽ ബിലോ 50 ഒക്കെ ഇനി കിട്ടുമോ? അതും കിട്ടാൻ ചാൻസ് ഉണ്ടാവേണ്ടതാണ് സോളൊക്കെ. പക്ഷെ അതും എങ്ങനെയാണ് അത്രയും ലോ, അതൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ശേഷം പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്കിനി നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട്